വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സിറിയയിൽ വീണ്ടും കലാപം. 125-ലധികം സിവിലിയൻസ് കൊല്ലപ്പെട്ടു. സിറിയൻ പ്രസിഡന്റ് അസദ് അനുകൂലികളോട് ആയുധം താഴെവെക്കാനും സിവിലിയന്മാരെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറാനും ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം കടുത്ത നടപടികൾ ഉണ്ടായിരിക്കുമെന്ന് വാണിംഗ് നൽകി. യുക്രൈന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ റഷ്യ നിരവധി ആക്രമണങ്ങൾ നടത്തി. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ 11-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഹമാസ് പ്രതിനിധികൾ വീണ്ടും ഇസ്രായേലുമായി കൂടിയാലോചന നടത്താൻ ഈജിപ്തിലെത്തി. ഭക്ഷണം, ഇന്ധനം, മരുന്ന് എന്നിവയില്ലാതെ ഗസൻ ജനത നരകിക്കുകയാണ്. 7 ദിവസമായി ഇന്നേക്ക് വീണ്ടും ഇസ്രായേലിന്റെ ഉപരോധം തുടങ്ങിയിട്ട്. വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ കലാപകാരികളായ അസദ് അനുകൂലികളോട് ആയുധം വെച്ച് കീഴടങ്ങാൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറാബ് ആവശ്യപ്പെട്ടു. ജാബ്ല പ്രദേശത്ത് ചെക്ക് പോയിന്റും സുരക്ഷാ വാഹനങ്ങളും ആക്രമിക്കുകയായിരുന്നു അസദ് അനുകൂലികൾ. ഡസൻ കണക്കിന് ആളുകളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗവൺമെന്റ് സേന പെട്രോളിംഗ് ശക്തമാക്കുകയും കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറാബ് പറഞ്ഞത്, സാധാരണക്കാരെ ആക്രമിക്കുന്നവർ അതിന്റെ കണക്ക് പറയേണ്ടി വരുമെന്നാണ്. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ശവക്കുഴി തോണ്ടുന്നു, അല്ലെങ്കിൽ പൊറുക്കപ്പെടാത്ത പാപം ചെയ്യുന്നു. അതിൻ്റെ അനന്തരഫലം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. നിങ്ങൾ നിരായുധരായി സാധാരണ ജനങ്ങളെ ആക്രമിക്കരുത്. അതിൻ്റെ അനന്തരഫലം കഠിനമായിരിക്കും. കാരണം സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശം, ഉത്തരവാദിത്തം അത് ഭരണകൂടത്തിനാണ്. പോർട്ട് സിറ്റിയായ ലതാക്കിയ, താർത്തൂസ് എന്നിവിടങ്ങളിലാണ് കാര്യമായ ആക്രമണങ്ങൾ അരങ്ങേറിയത്. അസദ് റെജിമിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ലതാക്കിയയും താർത്തൂസും. താർത്തൂസ് ലതാക്കിയ ഹൈവേകളിൽ പതിയിരിക്കുന്ന അസദ് അനുകൂലികളെ നേരിടാൻ ഗവൺമെന്റ് സേന ടാങ്കുകളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. സംഭവത്തിൽ 125ഓളം സിവിലിയന്മാർ കൊല്ലപ്പെടുകയും ധാരാളം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഉക്രൈനിൽ റഷ്യയുടെ ശക്തമായ ആക്രമണങ്ങൾ. ഉക്രൈൻ അധികാരികൾ പറയുന്നത്, റഷ്യയുടെ ആക്രമണ പരമ്പരയിൽ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഏകദേശം 11-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ്. ആക്രമണം നടന്നത് കിഴക്കൻ ഡോണസ്കിലെ ഡോബ്രെ പീലിയ എന്ന സിറ്റിയിലാണ്. ഏറ്റവും കുറഞ്ഞത് 8 അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങുകളെങ്കിലും പാടെ തകർന്നു എന്നാണ് കണക്കാക്കുന്നത്. ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ ബിൽഡിംഗ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഗവർണർ മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യയും ഉക്രൈനും തമ്മിൽ അടുത്തയാഴ്ച സൗദിയിൽ സമാധാന ചർച്ച നടക്കാനിരിക്കെയാണ് ഇത്രയും വലിയ ആക്രമണം റഷ്യ അഴിച്ചുവിട്ടത്.